ഇപ്പോ ലേഡീസ് ആയിട്ടുള്ളവരില് എങ്ങനെയുള്ളവരാണ് നമ്മുടെ ഇപ്പോ എഡ്യൂവിംഗില് പഠിക്കാൻ വേണ്ടി വരുന്നത്? ഇപ്പോ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, യങ് ആയിട്ടുള്ള ലേഡീസ് ഒരുപാട് പേരുണ്ട്, ഓൾറെഡി കല്യാണം കഴിച്ച് അവർ ഒത്തിരി പ്രായ കുട്ടികളൊക്കെ ഉള്ള വീട്ടമ്മമാരായിട്ടുള്ളവരുണ്ട്. അവര് എന്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ കോഴ്സുകൾ പഠിച്ചവരാണ്, എന്തൊക്കെ കാറ്റഗറിയിലുള്ള സ്ത്രീകളാണ് നമുക്ക് എഡ്യൂവിംഗിൽ വരാറ്? ആക്ച്വലി നേരത്തെ ബിടെക് കോഴ്സസ് ലേഡീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബിടെക് ഇസ് സൂട്ടബിൾ ഫോർ മീ ഓർ നോട്ട്. പക്ഷേ റീസെൻ്റ്ലി കുറേ ലേഡീസ് ജോയിൻ ചെയ്യുന്നുണ്ട് ബിടെക് കോഴ്സസിൽ. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൽ വരുന്ന സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ വരുന്നുണ്ട്, ഇലക്ട്രിക്കലും വരുന്നുണ്ട്. ഇതൊക്കെയാണ് കോമൺ കോഴ്സസ് അവർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചോദിച്ചിട്ട് വരാറുള്ളത്. സോ ഇവരുടെ ഓപ്പർച്യൂണിറ്റീസ് ഇവര് എന്താണ് ഇവർ എയിം ചെയ്യുന്നത്? ഇവര് മൈഗ്രേറ്റ് ചെയ്യാനാണോ മോസ്റ്റ്ലി, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ കയറാനാണോ? എന്തായിരിക്കും ഇവരുടെ ആവശ്യങ്ങൾ? എന്തായിരിക്കും ഇവരുടെ ഒരു മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്, ദേ നീഡ് ടു കംപ്ലീറ്റ് വാട്ട് ദേ സ്റ്റാർട്ടഡ്. അവരെന്താണ് തുടങ്ങിയത് അത് അവർക്ക് പൂർത്തിയാക്കണം. ഇത് അവർ വിതിൻ ദംസെൽഫ് അവർക്കൊരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്, ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫാമിലിയിലായാലും മൊത്തത്തിലൊരു അവരുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ അവരുടെ ഒരു കംപ്ലീഷൻ ഇല്ലായ്മ, ഒരു ലൈഫിൽ സക്സസ് ആയിട്ട് ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഏതെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അതിന് പോകാൻ ഇവർ റെഡിയാണ്, ഇൻ കേസ് ഇഫ് ദേ ആർ പാസ്. യെസ്, മൈഗ്രേഷൻ ആയിക്കോട്ടെ, ഫോറിൻ കൺട്രീസ് ആയിക്കോട്ടെ, ഇവർ ചോദിക്കുന്നുണ്ട്. എക്സാക്ട്ലി, എഡ്യൂക്കേഷൻ ഡെഫിനറ്റ് ഉണ്ട്. കാരണം അവർ ഇപ്പം മൈഗ്രേഷൻ്റെ അകത്ത് എല്ലാ കൺട്രികളും ചോദിക്കുന്ന ഒരു സാധനം, അവർക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മതി അവിടെ. അവർ അത് മസ്റ്റായിട്ട് നോക്കുന്നുണ്ട്, ഡിഗ്രി ഉണ്ടോ, ഇതുണ്ടോ ഇല്ലയോ, സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ ഇല്ലയോ, നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഡെഫിനറ്റ്ലി വരുന്നുണ്ട്.